ഇനി വിലങ്ങാടേക്ക് പോകാം. കോഴിക്കോട് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടും സമീപ പഞ്ചായത്തുകളിലും ഉരുൾപൊട്ടൽ ബാധിച്ച കെട്ടിടങ്ങളുടെ ദ്രുതഗതിയിലുള്ള ആവാസയോഗ്യതാ പരിശോധനയ്ക്ക് നിർദ്ദേശം. 4 പ്രത്യേക സംഘങ്ങളാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തുക. മേഖലയിലെ ഓരോ വീടും മറ്റ് കെട്ടിടങ്ങളും സംഘം പരിശോധിക്കും. തറയുടെ ഉറപ്പ്, ചുമരിന്റെ ബലം, മേൽക്കൂര എന്നിവയാണ് പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. സിനോജ്, വിലങ്ങാട് പലതവണ ഉരുൾപൊട്ടുകയും ചെറിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ആ പരിസ്ഥിതി പരിശോധനയിൽ തന്നെ വ്യക്തമായ കാര്യമാണ്. ഇനിയിപ്പോൾ അവിടെയുള്ള കെട്ടിടങ്ങൾ അത് വാസയോഗ്യമാണോ എന്നത് പരിശോധിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിൽ ഉറപ്പുവരുത്തിക്കൊണ്ടാണ്? ഏതൊക്കെ ടീമിനെയാണ് അതിനായി നിയോഗിച്ചിരിക്കുന്നത്? സാങ്കേതിക വിദഗ്ധരടക്കം സംഘത്തിലുണ്ടോ സിനോജ്? സുജയ പാർവതി, അതായത് വിലങ്ങാട് മേഖലയിൽ ചെറുതും വലുതുമായ 100-ലധികം ഉരുളാണ് പൊട്ടി ഒഴുകിയത്. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുക സുരക്ഷിതമാണോ എന്നാണ് ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നത്. നിലവിൽ 12 വീടുകൾ പൂർണ്ണമായും തൂത്തെറിയപ്പെട്ടു. 112 വീടുകൾ വാസയോഗ്യമല്ലാതായി. 12-ലധികം കടകൾ പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്തു. പക്ഷേ അത് ഈ മഞ്ഞക്കുന്ന് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കെട്ടിടങ്ങൾ നാശനഷ്ടമുണ്ടായത്. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ ഉരുളുകൾ പൊട്ടി ഒഴുകിയിട്ടുണ്ട്. ആ മേഖലയിൽ ഉൾപ്പെടെ ഈ കെട്ടിടങ്ങൾ അവിടെ നിൽക്കുന്നത് സുരക്ഷിതമാണോ എന്നാണ് പരിശോധിക്കുന്നത്. 4 സംഘങ്ങളുണ്ട്. അതിൽ 6 വീതം അംഗങ്ങളാണുള്ളത്. ജിയോളജിസ്റ്റ് ഉണ്ട്, പഞ്ചായത്തിന്റെ ആ വാർഡിലെ മെമ്പറുണ്ട്, ഒപ്പം തന്നെ എഞ്ചിനീയർ ഉണ്ട്, പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ 6 അംഗ സംഘമാണ് ഇത് പരിശോധിക്കുന്നത്. ആ സംഘം ഓരോ കെട്ടിടവും, അതായത് വീടുകൾ മാത്രമല്ല അവിടെയുള്ള കടമുറികൾ ഉൾപ്പെടെയുള്ള എല്ലാ കെട്ടിടങ്ങളും, പഞ്ചായത്തിന്റെ കെട്ടിടം ഉൾപ്പെടെ പരിശോധിച്ച് ആ തറയുടെ ഉറപ്പ്, ചുമരിന്റെ ബലം, മേൽക്കൂരയുടെ ഉറപ്പ് തുടങ്ങിയവയൊക്കെ തന്നെ പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടലിൽ വലിയ രീതിയിൽ കല്ലും മണ്ണും ചെളിയും ആ മേഖലയിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. അത് ഇനി ഏത് തരത്തിൽ ഈ കെട്ടിടങ്ങളെ ബാധിക്കും? ഇനിയും ആ കല്ലും മണ്ണും ചെളിയും ഒഴുകി താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? കെട്ടിടങ്ങളിൽ വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് പരിസ്ഥിതിക്ക് ഏതൊക്കെ തരത്തിലാണ് ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വടകര RDOയ്ക്ക് നൽകും. വടകര RD-യാണ് നോഡൽ ഓഫീസർ, വിലങ്ങാട്ടെ നോഡൽ ഓഫീസർ. അദ്ദേഹം ഈ റിപ്പോർട്ട് ക്രോഡീകരിച്ച് ജില്ലാ കളക്ടർക്ക് നൽകും. തുടർന്നായിരിക്കും നടപടി സ്വീകരിക്കുക. ആ രീതിയിലുള്ള ഒരു പഠനമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ വിലങ്ങാട് മേഖലയിൽ ഒരു അദാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് 12-ലധികം കുടുംബങ്ങൾക്ക് എല്ലാ രേഖകളും നഷ്ടപ്പെട്ടു. അതായത് വീട് പൊളിച്ചു പോയ സമയത്ത് എല്ലാ രേഖകളും അവർക്ക് നഷ്ടമായി. ആ രേഖകൾ വീണ്ടെടുക്കാൻ വേണ്ടി സർക്കാർ നാളെ അദാലത്ത് നടത്തുന്നുണ്ട്. എല്ലാവർക്കും അദാലത്തിൽ പങ്കെടുത്ത് അവർക്ക് നഷ്ടമായ രേഖകൾ വീണ്ടെടുക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കുന്നത്. ആ രീതിയിലുള്ള പുനരധിവാസ പദ്ധതിയിലേക്ക് സർക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വാടക വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ വിലങ്ങാടിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പാക്കേജിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ പാക്കേജ് എങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് കാണാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ആവാസയോഗ്യമാണോ വിലങ്ങാട്ടെ ഭൂമി, അവിടെയുള്ള വീടുകൾ, അവിടേക്ക് തിരികെ പോകണോ അതോ മറ്റൊരിടത്ത് അവരെ പാർപ്പിക്കണോ എന്നതിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വേണം സർക്കാർ സംവിധാനങ്ങൾ തീരുമാനമെടുക്കാൻ. നമുക്ക് ലഭ്യമായിട്ടുള്ള അവിടെ സാങ്കേതിക പരിശോധന നടത്താൻ വന്ന സംഘത്തിന്റെ ദൃശ്യങ്ങൾ, അതിൽ മൾട്ടിപ്പിൾ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായത് എങ്ങനെയാണ് ആ മേഖലയെ ബാധിച്ചിരിക്കുന്നത്, ഭൂമി വിണ്ടുകീറി കിടക്കുന്നത്, പ്രഭവ കേന്ദ്രങ്ങൾ പലതുള്ള ഒരു ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രമായി തന്നെ തുടരുന്ന പ്രദേശമാണെങ്കിൽ അവിടേക്ക് ആ മനുഷ്യരെ തിരികെ അയക്കുന്നത് നീതികേടാകും. അതുകൊണ്ട് ആ പരിശോധനകൾ പൂർത്തിയാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാം.